വിദ്യാസാഗർ ഗുരുമൂർത്തി, പമ്പ മണപ്പുറത്ത് സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിന് പണം പിരിക്കുന്നതിലും സംഗമത്തിൽ പങ്കെടുക്കുന്നവരുടെ പശ്ചാത്തലത്തിലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെട്ട അവധിക്കാല ബെഞ്ചിൻ്റെ ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. താങ്കൾ അത് നോട്ടീസ് ചെയ്ത് കാണും. എന്നാൽ ഓണാവധി കഴിഞ്ഞ് ഈ വിഷയം പരിഗണിച്ച ബെഞ്ച് സംഗമത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ശ്രേഷ്ഠമാണ് എന്നാണ് വിലയിരുത്തിയത്. ശ്രേഷ്ഠം, ആത്യന്തിക ലക്ഷ്യം. നമുക്കറിയാം, തത്വമസി നിദർശിക്കുന്ന ആ ശാസ്താവിൻ്റെ സവിധത്തിൽ വർഗവർണ്ണ സമ്പന്ന ദരിദ്ര വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ഭക്തരും വിശ്വാസികളും തുല്യരാണെന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന ഒരാഗോള തീർത്ഥാടന കേന്ദ്രത്തിൽ കോടീശ്വരന്മാരുടെ ക്ലബ്ബ് രൂപീകരിക്കുന്നതാണോ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഉത്കൃഷ്ടം? നമുക്ക് അവിടെ നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയമാണിത്. ഇതില് ഇപ്പോ CPIM-ന്റെ പ്രഖ്യാപിതമായൊരു നയം ഹിന്ദുമത നവോത്ഥാനമാണ്. നവോത്ഥാനം എന്ന പദത്തിന് CPIM കൊടുക്കുന്ന ഒരു അർത്ഥം ഹിന്ദുക്കളെ നന്നാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവരെന്തെങ്കിലും ഈ പ്രസവം അനിയന്ത്രിതമായി പ്രസവിക്കുകയും ജനസംഖ്യ കൂട്ടുകയും തങ്ങളുടെ മതത്തിന് ശക്തി കൂട്ടുകയും ചെയ്യുന്ന വിഭാഗക്കാരോട്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ആചാരപരമായ പ്രശ്നത്തോടോ പർദ്ദയിൽ സ്ത്രീകൾ 21-ാം നൂറ്റാണ്ടിൽ നടക്കുന്നതിലോ അവരൊരിക്കലും പ്രതിഷേധം അറിയിക്കില്ല. കാരണം ജനസംഖ്യ കൂട്ടിക്കൂട്ടി വോട്ടിംഗ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന വലിയ മതങ്ങളോട് മുട്ടാൻ ഭയമുള്ള ഒരു പാർട്ടിയാണ് CPM. അപ്പൊ നവോത്ഥാനം നടത്തുകയും വേണം. നവോത്ഥാനം ആവശ്യമാണ്. നവോത്ഥാനം അവര് നിത്യാഭ്യാസമാണ്. അപ്പൊ നവോത്ഥാനത്തിന് വേണ്ടി ആരെയാണ് എളുപ്പത്തിൽ കിട്ടുക? ചാഞ്ഞു കിടക്കുന്ന പരമായ അസംഘടിതരായ, ഒട്ടുമുക്കാൽ അസംഘടിത മതം എന്ന് പറയാവുന്ന ഹിന്ദുമതത്തിലെ ഓരോന്നെടുത്തിട്ട് അവിടെ ഇങ്ങനെയുണ്ട് ഇവിടെ അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നവോത്ഥാനം നടത്തുക എന്നുള്ളത് ഇവരൊരു ഹോബിയാണ്. അപ്പൊ ഈ നവോത്ഥാനത്തിന് ഈ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് 2018 സുപ്രീം കോടതിയുടെ ശബരിമല വിധി സെപ്റ്റംബർ 28 വന്നതിന് ശേഷം പിണറായി വിജയൻ പറഞ്ഞു, ചൊവ്വയിലേക്ക് സ്ത്രീകൾ പോകുന്ന കാലത്താണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത്, ഞങ്ങളത് കയറ്റി കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നവോത്ഥാനത്തിന് വേണ്ടി അങ്ങേയറ്റം ദാഹിച്ച് നടന്നിരുന്ന ലോകത്തിലെ ഒരു മുഖ്യമന്ത്രി ഇദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തിന്റെ നവോത്ഥാന കൗതുക്യം, അല്ലെങ്കിൽ എന്താ പറയാ, നവോത്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു ഔത്സുക്യമൊക്കെ തിരിച്ചടി ഉണ്ടായപ്പോൾ, തിരിച്ചടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ, അത് കോൺഗ്രസിൽപ്പെട്ടവരും CPM-ൽപ്പെട്ടവരും സംഘത്തിന്റെ RSS-ന്റെ പിന്നെ തണലിൽ വളർന്നവരും എല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ അയ്യപ്പസ്വാമിയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ നവോത്ഥാനം ഇവിടെ വേണ്ട എന്ന് അതിശക്തമായ ഭാഷയിൽ പ്രക്ഷോഭം നടത്തിയപ്പോൾ അവർക്ക് നൊന്തു. സ്വന്തം പാർട്ടി അണികൾ പോലും പാർട്ടിക്ക് എന്തിന്റെ കേടാണിതെന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ നേരെ തിരിഞ്ഞപ്പോൾ വിജയൻ ഈ വാഗ പരിങ്ങല്ലായി. കാരണം പിണറായി വിജയന്റെ ഒരു ധാർഷ്ട്യമായിരുന്നു ശബരിമല. ഓർക്കുന്നല്ലോ അത്. നമ്മുടെ ജനം ടിവിയുടെ റിപ്പോർട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ ആ ഏഷ്യാനെറ്റിലെ കലേഷൊക്കെ കൂടി ശബരിമല കച്ചവടം ചെയ്തേനെ. ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു ആ സമയത്ത്. കലേഷിന്റെ ഒക്കെ റിപ്പോർട്ടിംഗ് കണ്ടപ്പോൾ കമലേഷ് ഓടുന്നു, കമലേഷ് കുന്നിനോട് കയറുന്നു, കമലേഷ് താഴേക്ക് ഓടുന്നു. മറ്റേ എന്താണ് ഫാത്തിമ, ഇവരുടെ പ്രിയപ്പെട്ട സഖാവ് റഹന ഫാത്തിമ അവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആരവം, ഇവരുടെ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന ലഡു വിതരണം, അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ, അങ്ങനെ ഒരുപാട് സ്ത്രീകൾ എവിടുന്നൊക്കെ ഇന്ന് വരെ ശബരിമല അയ്യപ്പനെ വിളിക്കാത്ത പരാമർശിക്കാതെ പോരുത്. കനകദുർഗയും ബിന്ദുമണി ചരിത്ര പ്രസിദ്ധയായ സ്ത്രീയാണ്. ബിന്ദുമണി ഇവിടെ മാത്രമല്ല, ബിന്ദുമണിക്ക് ഹോൾഡ് അങ്ങ് ഡൽഹിയിൽ ഉണ്ടെന്ന് കാണിച്ച ആളാണ്. അതായത് കർഷക സമരം നടന്നപ്പോൾ അവിടെയും പോയിട്ട് ഹിന്ദി അറിയാത്തതുകൊണ്ട് മാത്രം അവരവിടെ പ്രസംഗിക്കാതെ പോകുന്നതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ പോയിട്ട് പഞ്ചാബികളുടെ അടുത്ത് പോയി കിടക്കുകയും അവരുടെ കൂടെ ആഹാരം കഴിക്കും. അവരെ വിശിഷ്ടാതിഥിയായി സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ആ പരാതി അവര് കാരണം വെച്ചാൽ അല്ല, പാർട്ടി ഇതൊരു നമ്പൂതിരി പാർട്ടിയാണ് CPM. അത് ഇപ്പോഴും വെളിവില്ലാത്ത അതിഥി തൊഴിലാളിക്ക് മാത്രമേ പാർട്ടി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. കേരളത്തിൽ അറിയാം ഇതൊരു നമ്പൂതിരി പാർട്ടിയുടെ പാർട്ടിയാണ്. അവിടെ ബിന്ദു അമ്മണിക്കൊന്നും വലിയ സാധനമൊന്നും ഉണ്ടാവില്ല. ചായ വിളമ്പാൻ പോലും അവർ വിളിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. അല്ലായിരുന്നെങ്കിൽ CK ജാനുവിനെ ഇവര് കൂടെ കൂട്ടിയിട്ട് വലിയ ആളാക്കിയേനെ. അത് ചെയ്തില്ലല്ലോ. അപ്പൊ അത് പോട്ടെ. അപ്പൊ എന്തായാലും ഈ ഒരു സംഗമത്തിന്റെ ലക്ഷ്യം ഞാൻ വളരെയധികം ഭയക്കുന്നു. എന്തുകൊണ്ട് ഈ സംഗമത്തെ നമ്മൾ എതിർക്കുന്നു? നമുക്കെന്താ ഒരു സംഗമം നമുക്ക് ചോർന്നു പോകണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഈ സംഗമത്തിന് നമ്മൾ ചിന്തിക്കാത്ത തലത്തിലുള്ള ചില കാര്യങ്ങൾ ഇവരെ മനസ്സിൽ കണക്കൂട്ടുന്നുണ്ട്. അതായത് ഈ കരിമണൽ ലോബിയുടെ കരിമണൽ വെച്ച് പരസ്യം വെച്ചിട്ടാണല്ലോ ഇവർ ലോക കേരള സദസ്സ് നടത്തി. ഓർമ്മയുണ്ടല്ലോ. ഈ CPM എന്ന പാർട്ടി പണ്ട് MN വിജയമാഷ് പറഞ്ഞ പോലെ കാലങ്ങളായിട്ട് ഇവർ വളരെ വലിയ മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതായത് പ്രത്യയശാസ്ത്രപരമായ മാറ്റം മറ്റൊരു പ്രസ്ഥാനത്ത് നടക്കാത്ത അത്രയ്ക്കും നടന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം CPM ആണ്. കോൺഗ്രസ്സിൽ അവര് ഗാന്ധിയൻ പിന്നെ നിയമങ്ങളെ പിന്തുടരുന്നുണ്ടോ എന്നുള്ള വേറെ വിഷയം. എങ്കിലും കോൺഗ്രസിന്റെ അടിസ്ഥാന തത്വം ഗാന്ധിസവും നെഹ്റുവിന്റെ നവോത്ഥാന നയങ്ങളുമാണ്. കോൺഗ്രസിന്റെ അടിസ്ഥാന ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ എഴുത്തുകളും നെഹ്റുവിന്റെ പ്രചരണങ്ങളുമാണ്. അവരതൊന്നും മാറിയിട്ടില്ല. അവരുടെ ആ നേതാക്കന്മാർ പണത്തിനോട് കൊതി കൊണ്ട് പലരും മാറിയെങ്കിലും
അവരുടെ അടിസ്ഥാന സിദ്ധാന്തം അതാണ്. RSSനെ സംബന്ധിച്ച് ഏകാത്മ മാനവ ദർശനം, അല്ലെങ്കിൽ BJP സംബന്ധിച്ച് ഏകാത്മ മാനവ ദർശനം, സംഘത്തെ സംബന്ധിച്ച് അഖണ്ഡ ഭാരത സങ്കല്പം, ഇങ്ങനെ അവരുടെ അടിസ്ഥാന നയങ്ങൾ അവർ മാറിയിട്ടില്ല. ഈ CPMന്റെ അടിസ്ഥാന നയമായ പാവങ്ങളുടെ പടത്തലവൻ കളിയും, അതുപോലെ എന്താണ് പാവപ്പെട്ടവരുടെ പാർട്ടിയും, പാലോറ മാത ആടിനെ കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനം എന്നൊക്കെ ഉള്ള വാക്കുകൾക്ക് ശോഭ നഷ്ടപ്പെട്ടിട്ട് ഏതാണ്ട് പിണറായി വിജയന്റെ വളർച്ചയുടെ അത്രയും പ്രായമായി. അതായത് ഒരു 25 കൊല്ലത്തിനുള്ളിലാണ് പാർട്ടി ഇത്രയധികം നശിച്ച് നാറാണക്കൽ പിടിച്ചത്. അപ്പൊ ഇനി പാർട്ടിക്ക് ഇലക്ട്രൽ വിക്ടറി പ്രധാനമാണ്. കാരണം ഇലക്ട്രൽ വിക്ടറി ഉണ്ടെങ്കിലേ കറുത്ത കിയ വാങ്ങാനും വെളുത്ത ഇന്നോവ വാങ്ങാനൊക്കെ പറ്റുള്ളൂ. പണം എന്നത് വിജയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് വിജയേട്ടൻ നന്നായിട്ട് അറിയാം. മറ്റുള്ള പാർട്ടികളാണെങ്കിൽ അറിയില്ലെങ്കിലും അവർക്ക് കട്ടൻ ചായയും ബീഡിയും ഒന്നും പോരാ, അവർക്ക് ബെൻസും മറ്റു സൗകര്യങ്ങളും മുതലാളിമാരുടെ സ്വീകരണമൊക്കെ വേണം. അപ്പൊ അതിന് പണം കണ്ടെത്താനുള്ള ഒരു നല്ല അടവാണ് വിശ്വാസികളെ സ്വാധീനിക്കുക എന്നുള്ളത്. ഇതേപോലെ തന്നെ അബുദാബി പോയിട്ട് ശക്തി അവാർഡ് വർഷാവർഷം വാങ്ങുന്ന ആളാണ് പിണറായി വിജയൻ. എങ്ങനെയാണ് കേരളത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാത്ത കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിലെ പ്രതിയായിരിക്കുന്ന 36 തവണ കേസ് വിചിത്രമാം വിധം മാറ്റിവെക്കപ്പെട്ട ഒരു അത്ഭുത ജീവിയായ പിണറായി വിജയൻ എങ്ങനെയാണ് ഗൾഫിലും ഇത്ര സ്വാധീനം ഉണ്ടാവുന്നത്? അവിടെ പോയിട്ട് മാർക്സിയൻ തത്വങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് രാജാക്കന്മാരുടെ രാജവാഴ്ച അവസാനിക്കട്ടെ എന്ന് മുഷ്ടി ചുരുട്ടി വിളിച്ചുകൊണ്ടാണോ? അല്ല. അവിടെ അവർക്ക് വേണ്ടുന്ന പാദസേവ അവർ പറയുന്ന രീതിയിലും എവിടെയൊക്കെ നമ്മൾ പറയില്ല, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്ത് ഉളുപ്പില്ലാതെ പ്രത്യയശാസ്ത്രത്തെ തൂക്കിവിട്ടതിന്റെ ഫലമായിട്ടാണ് ലോകരാജ്യങ്ങളിൽ ഇങ്ങനെ പോയിട്ട് ലൈറ്റ് കത്തുന്ന ഷൂസ് ഇട്ടിട്ട് ഇരുമ്പിന്റെ കസേരയിൽ പോയിരിക്കുന്നത്. ഇവർക്കൊക്കെ അവിടെ ആളുകളുണ്ട്. ഇവരുടെ പ്രത്യയശാസ്ത്രത്തിനെ മറ പിടിച്ചുകൊണ്ട് മുതലാളിത്തത്തിനെ താരോലിച്ചും തലോടിയും വളരാനുള്ള വിദ്യ അവർക്കറിയാം. ഈ കേരളത്തില് ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ 1 ആണെന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് എന്തെങ്കിലും ഒരു 5 ദിവസം കടന്നിട്ട് നമ്മുടെ അറിവിലുണ്ടോ? അദ്ദേഹത്തിന് വിഷമം വരുമ്പോൾ മുഴുവൻ മായോ ക്ലിനിക്കിലേക്കാണ് പോകുന്നത്. അത് എവിടെയാണ്? അമേരിക്കയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ബൂർഷ്വാ രാജ്യം എന്ന് ഇവർ പറയുന്ന ബൂർഷ്വാസികളുടെ അടുത്താണ് പോകുന്നത്. അപ്പൊ ഇവർ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിലും ആത്മാർത്ഥതയുടെ ഒരു തരിമ്പുമില്ല എന്നുള്ളത് കഴിഞ്ഞ 25 വർഷമായിട്ട് തെളിയിച്ച് നാണം കെട്ട് തൊലിയുരിഞ്ഞ് പബ്ലിക്കിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് CPIM. അപ്പൊ ഇവിടെ നേരത്തെ നമ്മുടെ അഡ്വക്കേറ്റ് സതീഷ് പറഞ്ഞു, പിന്നെ ഇത് CPM നടത്തുന്നതല്ല. ശരി, ആയിക്കോട്ടെ. ആര് നടത്തുന്നതാണ്? ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് ഹിന്ദുക്കളുടേതാണെന്ന് ഹിന്ദുക്കൾക്ക് പോലും അറിയില്ല. കാരണം ദേവസ്വം ബോർഡിൻ്റെതായിട്ട് എത്ര ഹോസ്പിറ്റലുകൾ ഇവിടെ നടത്തുന്നുണ്ട് കേരളത്തിൽ? ദേവസ്വം ബോർഡിനായിട്ട് ഹിന്ദുക്കൾക്ക് എന്താണ് ഒരു സൗജന്യമായിട്ട് ചികിത്സയോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ തൊഴിൽ പരിശീലനം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര? വെറുതെ ക്ഷേത്രത്തിൽ ഉപയോഗിച്ച് ഫൗണ്ടൻ മെത്തഡോളജിയാണ്. ക്ഷേത്രത്തിന്റെ കഴുക്കോല് നന്നാക്കി, നല്ല കഴുക്കോല് വീട്ടിൽ സ്വർണം പൂശി കഴുക്കോല് രത്നം പൂശി, ഇങ്ങനെയൊക്കെ ഇവര് ക്ഷേത്രത്തെ നവീകരിക്കുന്നു എന്ന പണം തട്ടി പറയുന്നല്ലാതെ ക്ഷേത്രത്തിന് മുകളിൽ ദ്വാരപാലകന്മാർ അവിടെ ഉണ്ടാകുന്ന സ്വർണ്ണപ്പാളി കൊണ്ടുപോയിരിക്കല്ലേ, ചെന്നൈയിലേക്ക് കടത്തിയിരിക്കുക. അതെ. ഈ ദേവസ്വം ബോർഡ് ആരോട് കൺസൾട്ട് ചെയ്തിട്ടാണ്? എന്ത് കൺസൾട്ടേഷൻ പ്രകാരമാണ്? കോടതി അറിയിച്ചിട്ടാണോ? എന്ത് അധികാരമുണ്ട് ഭക്തജനങ്ങൾ ഹൃദയം നൊന്ത് സമർപ്പിക്കുന്ന പണം ഉപയോഗിച്ച് പണിഞ്ഞ ക്ഷേത്രത്തിന്റെ സ്വർണ്ണപ്പാളി തലേക്ക് രാത്രി കൊണ്ടുപോയിട്ട് ചെന്നൈയിൽ ഉരുക്കാൻ എന്തൊരു ക്രൈമാണത്? ഒരു ക്രൈം സിൻഡിക്കേറ്റ് നിലനിർത്തിക്കൊണ്ടുപോവാണ് ദേവസ്വം ബോർഡിലൂടെ. ദേവസ്വം ബോർഡ് ഇസ് എ ക്രൈം സിൻഡിക്കേറ്റ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിൽ തലയ്ക്ക് വെളിവുള്ള നല്ല വിവരമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഹിന്ദുക്കൾക്ക് മതപാഠശാല വേണമെന്ന് പറഞ്ഞു. ആരാണ് ഹിന്ദുക്കൾ മതം പഠിക്കണ്ട എന്ന് നിഷ്കർഷിച്ചിട്ട് ദേവസ്വം ബോർഡ് ചെയർമാന്റെ കാലാവധി വെട്ടിച്ചുരുക്കിയാളെ ചവിട്ടി പുറത്താക്കിയതാരാണ്? ഇതേ പിണറായി വിജയനാണ്, അല്ലേ? ഹിന്ദുക്കൾ മതം പഠിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഹിന്ദുക്കൾ എങ്ങാനും മതം പഠിക്കാൻ തുടങ്ങിയ ഉടനെ അവർ പറയും ഇത് ജാതീയമായ ഒരു മതമാണ്, ഇതിലൊരു ബ്രാഹ്മണന്റെ മതമാണ്, ഇത് പറയന്മാർക്കുള്ള മതമല്ല എന്നൊക്കെ പറഞ്ഞ് നാരായണ ഗുരുവിനെ പോലും ഇവർ കാവി ഉടുത്ത നാരായണ ഗുരു പോലും ഹിന്ദുവല്ല. പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസം പ്രസ്താവനയാണ്. ഇതേ നാരായണ ഗുരുവിനെ കണ്ണൂരിൽ ടാമ്പിൾ ഉള്ളിൽ കയറ് കെട്ടി വലിച്ചുകൊണ്ട് പോയതാരാണ്? ഇങ്ങനെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ തത്വശാസ്ത്രത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, വേശ്യാസ്ത്രീയുടെ ചാരിത്ര പ്രസംഗം. അതാണ് അയ്യപ്പ സംഘം നടക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാവുന്നതാണ്, കൊച്ചു മാളികപ്പുറങ്ങളൊന്നും ഉറങ്ങാൻ വേണ്ടി ഒന്ന് വിരിവെക്കാൻ വേണ്ടി സമ്മതിക്കാത്ത ഫയർഫോഴ്സിനെ കൊണ്ട് വെള്ളം അവിടെ മുഴുവൻ അടുപ്പിച്ചിട്ട് അവരെയൊക്കെ ഓടിച്ചു വിട്ട ഒരു പോലീസിങ്ങും ഫയർഫോഴ്സും ഒക്കെ നിയന്ത്രിച്ച പിണറായിയുടെ ആളുകളാണ് അയ്യപ്പ സംഘം നടത്തുന്നത്. തത്വമസി എന്ന് എഴുതി വെക്കുന്നതിന്റെ ഉള്ളിലെ പൊരുൾ ഞങ്ങൾക്കറിയാം. അതായത് നിങ്ങളൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം. ഹിന്ദു ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താണ്? വിഗ്രഹാരാധനയിലും പൂജാ പദ്ധതികളിലും താന്ത്രിക വൈദിക പദ്ധതികളും വിശ്വാസമുള്ളവർക്ക് വന്നു തൊഴാനുള്ള കേന്ദ്രമാണ്. മതേതരമായ ഒരു ക്ഷേത്രം നിലനിൽക്കുക അസാധ്യമാണ്, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. നിങ്ങൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ക്ഷേത്രം ഹൈന്ദവ പദ്ധതിയാണ്. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് ബൈ ലോ, നിയമപ്രകാരം തന്നെ ഡിയറ്റിയുടെ വീടാണ്, ദേവതയുടെ വീടാണ്. ഇതര മതങ്ങളിൽ, ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങളിൽ ദേവത യേശു ക്രിസ്തു ക്രിസ്ത്യൻ പള്ളികളിൽ വസിക്കുന്നില്ല. അവർക്ക് പ്രയർ കോൺഗ്രിഗേഷന് വേണ്ടിയിട്ടുള്ള കൂടാനുള്ള ഇടം മാത്രമാണ് പള്ളി. മുസ്ലിങ്ങൾക്കും അങ്ങനെ തന്നെ. അള്ളാഹു പള്ളിയിൽ വസിക്കുന്നില്ല.
അള്ളാഹുവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രിഗേഷൻ നടത്താൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രം മാത്രമാണത്. എന്നാൽ അതുപോലെയല്ല ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ദേവാലയങ്ങളാണ്, ദേവൻ വസിക്കുന്ന വീടുകളാണ്. അപ്പൊ അവിടെ ദേവന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ള മഹാമുനിമാർ എഴുതി വെച്ചിട്ടുള്ള തന്ത്രശാസ്ത്രത്തെയും അതത് കാലഘട്ടങ്ങളിൽ നവീകരണത്തിന് വേണ്ടി പോലും ദേവതയുടെ ഇംഗിതം നോക്കാൻ വേണ്ടി പ്രശ്നം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമുള്ള ഈ ക്ഷേത്രം എങ്ങനെ മതേതരമാവും? അപ്പൊ ഈ സംഗമത്തിന്റെ മുനമ്പ് പോകുന്നത് വലിയ പണക്കാർ. ഞാൻ ഇത് ഒരു 2-3 വർഷം മുമ്പ് അനിൽ നമ്പ്യാർജിയുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ നോക്കിക്കോളൂ, യൂസഫ് അലി പോലെയുള്ള വലിയ ആഗോള ഭീമന്മാരിൽ നിന്ന് പണം പറ്റിയിട്ട് ശബരിമല വികസിപ്പിക്കും. എങ്ങനെ? അതാണ് നടക്കാൻ പോകുന്നത്. ഈ സംഘം എന്തിനുള്ളതാണ്? ആഗോളം എന്താ അതിന് പേരിടാൻ കാരണം? അത് ലോകത്തുള്ള വളരെ അൾട്ടീരിയർ മോട്ടീവ്സ് നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള ഇത് തന്നെയാണ് സ്റ്റാലിൻ തമിഴ്നാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് ക്ഷേത്രങ്ങളിൽ മുഴുവൻ മേൽക്കൂര കുംഭാഭിഷേകം എന്ന് പറഞ്ഞ പേരിൽ മാറ്റിയിട്ട് ഇരിഡിയം കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ് ഒരുപാട്. ആ കേസ് അവിടെ നടക്കുന്നുണ്ട്. അതേ മാതൃക, സ്റ്റാലിന്റെ മാതൃക അയ്യപ്പന്റെ പേരിൽ നടത്തുകയാണ് ഈ പിണറായി വിജയൻ. ഇദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് ദയവ് ചെയ്ത് കേൾക്കുന്ന മലയാളികൾ പറഞ്ഞയക്കൂ. വീണ്ടും വീണ്ടും മാലിന്യം പേറുന്ന ജനതയായി നമ്മൾ മാറാതിരിക്കൂ. ഇതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇദ്ദേഹത്തിന്റെ അൾട്ടീരിയർ മോട്ടീവ് എന്താണ്? ഇത്രയും അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ നോക്കാം, ബോർഡിൽ എവിടെയെങ്കിലും സ്വാമിയെ ശരണമയ്യപ്പന്നുണ്ട്, തത്വമസി നേതി, എന്താ അത് നീയാകുന്നു. അപ്പൊ പിണറായി വിജയനും അയ്യപ്പൻ തന്നെ അല്ലേ? അതല്ല അതിന്റെ അർത്ഥം. അപ്പൊ അതൊക്കെ തർക്ക വിഷയങ്ങളാണ്. തത്വമസി നോക്കുള്ള ചിന്മയാനന്ദ സ്വാമികൾ വന്ന ശേഷം എഴുതിച്ച ബോർഡാണ്. അയ്യപ്പന്റെ പേര് തത്വമസി ഒന്നുമില്ല ശരിക്കും. ആ തത്വമസി എന്നാൽ ചിന്മയാനന്ദ സ്വാമികൾ വന്ന തെറ്റാണെന്നല്ല. അയ്യപ്പൻ ഭക്തന്മാർക്ക് മാത്രമേ സ്വയം അയ്യപ്പനായി തീരാൻ സാധിക്കുള്ളൂ. ഞാൻ ഇവരെ വിശ്വസിക്കാം. 48 ദിവസം വ്രതം എടുത്തിട്ട് ഈ പിണറായി വിജയൻ 48 ദിവസം വ്രതം എടുത്തിട്ട് അവിടെ ഒന്ന് കയറട്ടെ, കറുപ്പെടുത്തിട്ട് ചെയ്യില്ല. അവര് ഒരിക്കലും ഈ ഹിന്ദുമതത്തെ പുച്ഛിക്കുകയും തെറി പറയും തുപ്പുകയല്ലാതെ ഒരിക്കലും മഹത്വം പറയാത്ത ഇവർ എന്തിനാണ് അയ്യപ്പനെ മാത്രം അടർത്തിയെടുത്തിട്ട് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്? കാരണം എന്താണ്? ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് 10 കോടി രൂപ കടത്തിക്കൊണ്ടുപോയി സർക്കാർ CM നമ്മുടെ മുഖ്യമന്ത്രി എന്ന ദുരിതാശ്വാസ പദ്ധതി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ അല്ല, മുഖ്യമന്ത്രി എന്ന അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രളയം വന്നപ്പോൾ ഉണ്ടാക്കിയ ഫണ്ട് CMRDF ഫണ്ടിലേക്ക് ഗുരുവായൂർ അമ്പലത്തിന് 10 കോടിയാണ് കടത്തിക്കൊണ്ടുപോയത്. നമ്മുടെ ഹൈക്കോടതി പറഞ്ഞു ആ പണം തിരിച്ചു വെക്കണം. കാരണം ദേവത പെർപ്പച്വൽ മൈനറാണ്. അഡ്വക്കേറ്റ് അറിയാത്ത കാര്യമൊന്നുമല്ല സതീഷിന്. ദേവത പെർപ്പച്വൽ മൈനറാണ്. മൈനറുടെ സ്വത്ത് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല. ദേവസ്വം ബോർഡ് കസ്റ്റോഡിയൻ മാത്രമാണ്, മാനേജർ മാത്രമാണ്, മേനോക്കി മാത്രമാണ്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ഹിന്ദുക്കളുടെ പണം എടുത്ത് അമ്മാനം പാടാനും സ്വർണ്ണം ഇഷ്ടം പോലെ ഒരുക്കി വിൽക്കാനും കാശ് സമ്പാദിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതിനെ ഒരു ക്യാഷ് കവായിട്ട് ഉപയോഗിക്കുന്ന ആ അൾട്ടീരിയർ മോട്ടീവിനെ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല, ഈ സംഗമത്തിലൂടെ ഇവർ ചിന്തിക്കുന്നത് ലോകത്തുള്ള എല്ലാ മതക്കാരെ എവിടെയാണ് ഒരു ക്ഷേത്രം ഇവർ മതേതരമായി വ്യാഖ്യാനിക്കുന്ന ആദ്യത്തെ കാരണം എല്ലാവർക്കും അതിൽ ഹൃദയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവർ നിത്യനരകത്തിൽ പോകുമെന്ന് അവരുടെ ദൈവങ്ങൾ ശാസിച്ചവരെയും കൂടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ ശബരിമല വികസിപ്പിക്കുന്നത്? അതിന്റെ ഉദ്ദേശം അൾട്ടിമേറ്റ്ലി ശബരിമലയുടെ പവിത്രത തകർക്കുക എന്നുള്ളതാണെന്ന് ഒരു വിശ്വാസി സംശയിച്ചാൽ അതിൽ അയാളെ കുറ്റം പറയാനാവില്ല.